കഴിഞ്ഞ് എല്ലാവരും ഡൗട്ടാണ് ജാസി ഗർഭിണിയാണോ ജാസിക്ക് എത്ര മാസമായി എന്നുള്ളത് ആരും അങ്ങനെ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നത് സീരിയസ്ലി നുണ പറയുന്നതല്ല. വെയിറ്റ് ആൻഡ് സീ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. എന്താല്ലേ കുറേ ആയി ഒരു റിയാക്ഷൻ വീഡിയോ വ്ളോഗോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട്. സംഭവം വേറൊന്നുമല്ല, എന്തൊക്കെ വീഡിയോ ഇട്ടിട്ടും ഇപ്പോൾ യൂട്യൂബ് നോട്ടിഫിക്കേഷൻ ആർക്കും കൊടുക്കുന്നില്ല. കാരണം വേറൊന്നുമല്ല, ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ഇപ്പം ഏകദേശം 2.5-3 വർഷത്തോളം ആകും. ആദ്യം എൻ്റെ യൂട്യൂബ് ജേണി വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ ഞാനൊരു മണ്ടത്തരം കാണിച്ചു. നമ്മുടെ ഒരു കൊച്ചുകുട്ടിയെ റേപ്പ് ചെയ്യുന്ന ഒരു വീഡിയോയ്ക്ക് നമ്മുടെ ഇന്ത്യയിൽ ശിക്ഷാവിധി കഴുത്ത് വെട്ടുന്നത് വരണം എന്ന് കാണിക്കുന്ന രീതിയിൽ ഞാനൊരു കഴുത്ത് വെട്ടുന്ന വീഡിയോ പോസ്റ്റ് ചെയ്ത് എനിക്ക് ആദ്യമായിട്ടൊരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് യൂട്യൂബ് തന്നു. അപ്പോഴാണ് യൂട്യൂബിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ഇങ്ങനെയുണ്ട്, ഈ ചോര, അപകടം, ഇങ്ങനെയുള്ള ഈ കഴുത്ത് വെട്ടുന്ന വീഡിയോ, കുട്ടികൾ ഈ നഗ്നത പ്രദർശനം, അതായത് ഒരാളുടെ ജനനേന്ദ്രിയം കാണിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ തംബ്നെയിലിൽ നമ്മൾ ഭീകരമായിട്ടുള്ള തംബ്നെയിൽസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് ശരിക്കും അതുവരെ ഒരു അവബോധം എനിക്കില്ലായിരുന്നു. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഒരു ജിമെയിൽ അക്കൗണ്ട് കൊണ്ട് ഞാനൊരു ചാനലൊരു ഷോർട്സ് ഇട്ട് നോക്കി. അപ്പം വീഡിയോ ആ ഷോർട്സ് കുറച്ച് പേര് കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് തന്നെയാണ് ചാനൽ. അപ്പോൾ അപ്ലോഡ് ചെയ്യാനുള്ള രീതികളിൽ നമ്മൾ തന്നെ ഇതൊന്നും ആര് വൈറ്റിൽ നിന്നൊന്നും പഠിച്ചുകൊണ്ട് വരുന്നില്ല, ഇതൊക്കെ തന്നെ പഠിച്ചതാണ്. അങ്ങനെ അപ്ലോഡ് ചെയ്തപ്പോൾ ഈ ഫസ്റ്റ് സ്ട്രൈക്ക് വന്ന 7 ദിവസം നമുക്ക് വീഡിയോസ് പിന്നെ ഒന്നും പോസ്റ്റ് ഒന്നും പറ്റത്തില്ല. അപ്പോൾ അത് ചാനൽ അവിടെ സ്റ്റക്കായി. 7 ദിവസം കഴിഞ്ഞ് പിന്നെ വീഡിയോസ് ഇടാൻ തുടങ്ങിയപ്പോൾ ചാനൽ ഒന്നേന്ന് തുടങ്ങിയതുപോലെ ആയി. 10K കഴിഞ്ഞിട്ടാണ് കേട്ടോ ഫസ്റ്റ് സ്ട്രൈക്ക് കിട്ടത്. വീണ്ടും ചാനൽ ഡൗൺ ആയി. അത് കഴിഞ്ഞ് ഒരുവിധം ഇങ്ങനെ ഓടിച്ചുകൊണ്ടുവന്നു. 50K ആയി, 50-60K ആയി കഴിഞ്ഞപ്പോൾ ഒരു യൂട്യൂബിൽ ഒരു തെറിത്താത്ത എന്നറിയപ്പെടുന്ന ഒരു പരട്ട സ്ത്രീക്കെതിരെ, ഒരു വൃത്തികെട്ട സ്ത്രീ, അവർക്കെതിരെ വീഡിയോ ചെയ്തിട്ട് അവർ 2 സ്ട്രൈക്ക്. അത് ഫെയർ യൂസ് പോളിസി ഉപയോഗിച്ചാണ് ഞാൻ ചെയ്തത്. അവർ ചെയ്ത വീഡിയോ, വേറൊരാളെ കുറിച്ച് ചെയ്ത വീഡിയോ, അതേ വീഡിയോ ഞാനെടുത്ത് ചെയ്തപ്പോൾ ഈ ചെറിയ ക്രിറ്റിസിസം പോലും അവർക്ക് പറ്റത്തില്ല. അവർക്ക് ആരെ വേണോ എന്തോ പറയാം, നമ്മൾ തിരിച്ചു പറഞ്ഞാൽ അവർക്ക് പറ്റത്തില്ല. അവർ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും നല്ല സ്ത്രീ എന്നാണ് പറഞ്ഞത്. അതൊക്കെ ആയിക്കോട്ടെ, വാട്ടവർ, അതെന്തോ ആയിക്കൊണ്ട് പോട്ടെ, അതല്ല എൻ്റെ ചർച്ചാ വിഷയം, അതല്ല. അപ്പം എന്തുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത് എന്നതിനുള്ളൊരു ചെറിയ എക്സ്പ്ലനേഷനാണ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഈ നടിയെ ആക്രമിക്കപ്പെട്ട കേസും അതിനെ കുറിച്ചുള്ള കുറച്ച് സംഭവ വികാസങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ യൂട്യൂബ്, സോഷ്യൽ മീഡിയ, നമ്മൾ ഇൻസ്റ്റഗ്രാം ഏത് തുറന്നാലും ഇത് മാത്രമാണ്. #, അവൾക്കൊപ്പം കുറേ പേര് ദിലീപിനെ അനുകൂലിച്ചുകൊണ്ട് അങ്ങനെ ഇങ്ങനെ നമ്മൾ കുറേ ഇതൊക്കെ കണ്ടു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അൺസഹിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ് ജാസിയുടെ പ്രഗ്നൻസി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പുറകെ തൂങ്ങിപ്പോകുന്നവർ വേണം ആദ്യം പറയാൻ. ഈ ഇങ്ങനെയുള്ള ആൾക്കാരെ ഉദ്ഘാടനത്തിനും അതിനും ഇതിനൊക്കെ വിളിക്കുന്ന ആളുകളെ സമ്മതിക്കണം. ഒരു കണക്കിന് നോക്കിയാൽ ശരിയാണ്, അവർ ഗേ കപ്പിൾസ് ആണ്, അവരങ്ങനെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഈ ഉദ്ഘാടനവും അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിച്ചു പോകുന്നു. പക്ഷേ ഇപ്പം കാട്ടിക്കൂട്ടുന്ന ഈ പ്രഹസനം എടുത്ത് പറയാതിരിക്കാൻ വയ്യ. മറ്റേ ഫഹദുക്കായെ പോലെയുള്ള ആളുകളൊക്കെ ഇയാളെ കളിയാക്കുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാണ് ഒരാളെ ഇങ്ങനെ ഇട്ട് ഇതാക്കുന്നത്. പക്ഷേ അങ്ങനെ കളിയാക്കിയത് ഇവർക്ക് കൂടുതൽ റീച്ചായി. അപ്പോൾ കളിയാക്കുന്നതും ഒരു തരത്തിൽ റീച്ചാവും. അപ്പം ഈ അവിടെ വെച്ചൊരു സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ട് ചെയ്ത് ഇവർക്ക് കൂടുതൽ ആളുകളിലോട്ട് എത്താൻ പറ്റും. അപ്പം ഇയാൾ ശരിക്കും പറഞ്ഞാൽ ഈ ജാസിയെ പോലെ ഒരാൾ ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് ഭയങ്കര അപമാനമാണ്. ഇയാൾ ശരിക്കും ട്രാൻസ് അല്ല, അത് ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള സഹോദരിമാരും സഹോദരന്മാരും തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഇയാളെ ട്രാൻസ് ആയിട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല. അതിന് ഏറ്റവും ഉത്തമ ഒരു നമ്മളൊരു എക്സാമ്പിളായിട്ട് നമ്മൾ എടുത്ത് പറയുവാണെങ്കിൽ, ഈ ട്രാൻസ് എന്നൊക്കെ പറയുന്നത് ഇപ്പം ഒരാൾ ആണായിട്ട് ജനിക്കണം അല്ലെങ്കിൽ പെണ്ണായിട്ട് ജനിക്കണം. ജനിക്കുമ്പോൾ ആണും പെണ്ണാണ്. വളർന്നു വരുമ്പോൾ ഇവർക്ക് ഹോർമോൺസിൽ ഇങ്ങനെ വ്യതിയാനം വരുന്നു. ആണായി ജീവിക്കുന്ന ഒരാൾക്ക് സ്ത്രൈണത കൂടുതലുണ്ടാവുന്നു. അവരൊരു പ്രായം എത്തുമ്പോൾ തിരിച്ചറിയുന്നു, ഞാൻ ഈ ജെൻഡറിലോട്ട് പോകാനുള്ള ആളാണ്. അങ്ങനെ അവർ ട്രാൻസ് ആകുന്നു. അങ്ങനെയാണ് ഇതുവരെ നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് ഗേ കപ്പിൾസ് ആണെന്നും പറഞ്ഞ് ആദ്യം നമ്മുടെ മുന്നിൽ വരുന്നു. ആണുമായിട്ട് ജീവിക്കുന്നു. അതിൽ തന്നെ ഈ ജാസി ആദ്യം വിവാഹം കഴിച്ചൊരു കൊച്ചുണ്ട്. എന്നിട്ട് ഗേ ആണ് എൻ്റെ ഇതെന്ന് മനസ്സിലാക്കി ഞാൻ ഒരു പുരുഷനിലോട്ട് പോയി. അപ്പം അതിൽ തന്നെ ഉണ്ട് കുറേ തട്ടിപ്പ്. അതായത് ഒരു പുരുഷനിലോട്ടാണ് തൻ്റെ, അതായത് എനിക്ക് ഓപ്പോസിറ്റ് സെക്സ് അട്രാക്ഷൻ അല്ല, എനിക്കൊരു പുരുഷനിൽ എൻ്റെ അതേ ലിംഗത്തിൽപ്പെട്ട ആളിനോടാണ് എനിക്ക് അട്രാക്ഷൻ എന്ന് നമുക്കൊരു കൗമാരപ്രായമൊക്കെ എത്തുമ്പോഴേ ഒരിത് വരും. ഒരു കൊച്ചിനെ ജനിപ്പിച്ചതിന് ശേഷമാണ് ആ തിരിച്ചറിവ് ഉണ്ടായതെന്ന് പറയുന്നു. എനിക്ക് നല്ല അത് നമുക്ക് ഈ ട്രാൻസിനെ നമ്മളിപ്പം നാദ്ര മെഹറിൻ, സീമ വിനീത് പോലുള്ള നല്ല ട്രാൻസിനെ നമ്മൾ അംഗീകരിക്കുന്നത് നമുക്ക് തന്നെ ഇത് ഉൾക്കൊള്ളാൻ പറ്റാത്തതും അതുകൊണ്ടാണ്. മൊത്തം ഉടായിപ്പാണ്, ഫുൾ ഉടായിപ്പാണ്. നമുക്ക് അത് ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇത് അംഗീകരിക്കാൻ പറ്റാത്തത്. അപ്പോൾ അങ്ങനെ ഗേ കപ്പിൾസ് ആയിട്ട് ഇപ്പോൾ ആ ആദ്യ ഭാര്യയെ ഉപേക്ഷിച്ച് ആ കൊച്ചിനെയും ഒരു കുട്ടിയെ ഉണ്ടാക്കിയിട്ട് ഈ ആഷിയുടെ കൂടെ പോയി ജീവിക്കണം. ഓക്കെ, ഗേ കപ്പിൾസ് നമ്മൾ ഇവരുടെ ഒരു കാര്യങ്ങളും ചോദ്യം ചെയ്യാനും ഒന്നിനും പോകുന്നില്ല, ഒരു കാര്യത്തിനും പോകുന്നില്ല. പക്ഷേ ഗേ കപ്പിൾസായിട്ട് ജീവിച്ചിട്ട് അതിലൊരാൾ ഒരു ദിവസം നോക്കുമ്പോൾ സ്ത്രീയാകുന്നു. ഈ ജാസി സ്ത്രീയാകുന്നു ഫുള്ളി. എന്നാൽ ഇത് സർജറി ചെയ്ത് പൂർണ്ണത എത്തിയിട്ട്, സർജറി ചെയ്താലും പൂർണ്ണ സ്ത്രീയൊന്നും ആവത്തൊന്നുമില്ല.
എന്നാലും നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ സീമ വിനീത്, ആദ്ര മെഹറിൻ പോലുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ അംഗീകരിക്കുന്ന അവരൊന്നും ഒരിക്കലും സ്ത്രീകളെ നാണം കെടുത്തുന്ന രീതിയിലൊന്നും നടക്കുന്നില്ല. നമ്മളെപ്പോലും നാണിപ്പിക്കുന്ന രീതിയിൽ, നമുക്ക് പോലും ലജ്ജ തോന്നുന്ന രീതിയിലുള്ള പ്രവൃത്തി. അവർക്ക് ഓരോ അച്ചീവ്മെൻ്റ് ആണ് ചെയ്യുന്ന ലൈഫിൽ. ഓരോ ഇപ്പോൾ സീമ വിനീത്, രഞ്ജിമാറിനെ പോലെയുള്ള ആളുകളൊക്കെ അവരൊക്കെ അവരുടെ ലൈഫിൽ ഓരോന്നും അച്ചീവ് ചെയ്തു. വലിയ വീട് വയ്ക്കുന്നു, മേക്കപ്പ് പരമായിട്ടുള്ള കാര്യങ്ങൾക്ക്, ബ്രൈഡൽ മേക്കപ്പിനൊക്കെ പോകുന്നു. അവരുടേതായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ലൈഫായിട്ട് മറ്റുള്ളവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ അവർ സന്തോഷമായിട്ട് ജീവിക്കണം. അവരുടെ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് സന്തോഷം. ഇത് പെട്ടെന്നൊരു ദിവസം ഈ കാട്ടുകരടിക്ക് ഉണ്ടായിരുന്ന പോലെ താടി മീശയൊക്കെ ഉള്ള ഒരാൾ അതെല്ലാം ഷേവ് ചെയ്യുന്നു, സ്ത്രീയാണെന്ന് പറയുന്നു, ഒടുക്കത്തെ മേക്കപ്പ് ഇടുന്നു. എത്രയൊക്കെ വച്ച് കെട്ടിയിട്ടും അയാളിൽ നിന്ന് ആ പുരുഷത്വം, ആ ഒരു പുരുഷത്വമല്ല, പുരുഷ രൂപം പോകുന്നില്ല എന്നുള്ളത് വേറെ കാര്യം. ഓക്കെ, എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ, ഓരോരുത്തരുടെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് അവർ തീരുമാനിക്കുമല്ലോ. ഇതെല്ലാം നമ്മളിങ്ങനെ ഓരോ മൂലയ്ക്ക് സഹിക്കുമ്പോഴും, ഇവരെ ആളുകൾ ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ട്, ഉദ്ഘാടനത്തിന് വിളിക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുമ്പോഴും അവർക്കൊരു ജീവിത മാർഗം, അവരാരെയും ഉപദ്രവിക്കുന്നില്ലല്ലോ. പക്ഷേ സ്ത്രീകളുടെ മാതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് ദിവസമായിട്ടുള്ള പ്രഹസനം അൺസഹിക്കബിൾ. അപ്പോൾ ഈ ജാസി കുറേ ദിവസമായിട്ട് ഇങ്ങനെ, ഞാൻ പ്രഗ്നൻ്റ് ആണ്, ഞാൻ ചെക്കപ്പിന് പോയി, അതായത് ഒരാഴ്ച മുന്നേ ഇട്ട വീഡിയോയിൽ വയറില്ല, പക്ഷേ 5 ദിവസം കഴിഞ്ഞിടുന്ന വീഡിയോയിൽ, 5 ദിവസം മുന്നേ ഇട്ട വീഡിയോയിൽ വയർ. സാധാരണ വയറ് വീർത്തല്ലേ വരുന്നത്. ഇപ്പോൾ ഇന്നിടുന്ന വീഡിയോയിൽ വയറില്ല, പക്ഷെ മെനിഞ്ഞാന്നിട്ട വീഡിയോയിൽ വയറുണ്ട്. ഈ ഗർഭത്തിനെ കളിയാക്കുന്നതാണോ? എന്നിട്ട് അതിനെ ചോദ്യം ചെയ്യുമ്പോൾ, ട്രോൾ ചെയ്യുമ്പോൾ, ആൾക്കാർ വിമർശിക്കുമ്പോൾ അയാൾക്കത് സഹിക്കാൻ പറ്റുന്നില്ല. അയാൾ ചോദിക്കുന്നത്, ഒരു സ്ത്രീ പൂർണ്ണയാകുന്നത് അമ്മയാകുമ്പോഴാണോ? അങ്ങനെയാണെങ്കിൽ നയൻതാരയും ഒന്നും പ്രസവിച്ചിട്ടില്ലല്ലോ, സറഗോസിയല്ലേ, സറഗേറ്റ് മദർ അല്ലേ എന്ന് പറയുന്നുണ്ട്. നയൻതാര സറഗേറ്റ് മദറാണ്, പക്ഷെ നയൻതാര ഒരു പൂർണ്ണ സ്ത്രീയാണ്. കാരണം അവർ പിന്നെ 10 സ്ത്രീകൾക്ക് ആർത്തവം വരുന്ന ടൈം എപ്പോഴാണ്? 10, 14, 15 വയസ്സിനകത്ത് വരും. അവർ ആർത്തവമുള്ള ഒരു സ്ത്രീയാണ്. അവരുടെ അണ്ടവും അവരുടെ ഭർത്താവിൻ്റെ ബീജവും കൂടെ യോജിപ്പിച്ചിട്ട്, അവരുടേതായിട്ടുള്ള അണ്ടവും ബീജവും യോജിപ്പിച്ച ഭ്രൂണമാണ് വേറൊരു വാടക ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചിട്ട്, അവർക്ക് ഏജ് കൂടിപ്പോയതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളുടെ ഇത് വെച്ചിട്ടാണ് അവരൊരു 2 കുഞ്ഞുങ്ങൾക്ക് അവർ വാടക ഗർഭപാത്രത്തിനെ ആശ്രയിച്ചത്. പക്ഷേ നയൻതാര ഇല്ലാത്ത വയറ് വെച്ച് കെട്ടിയിട്ട് വയറ്റ് പൊങ്കാലേക്ക് പോയിട്ടില്ല. ഇല്ലാത്ത വയറിന് വേണ്ടിയിട്ട് വളകാപ്പ് ചടങ്ങ് ഇതൊന്നും നടത്തിയിട്ടില്ല. നമ്മളെ മറ്റുള്ളവരെ വിഡ്ഢിയാക്കുന്നില്ല. ആ ഗർഭപാത്രത്തിൻ്റെ ഉടമ ആരാന്ന് പോലും നമുക്കറിഞ്ഞൂടെ. അവരെ കുഞ്ഞിനെ കൈ കിട്ടിയപ്പോൾ മുതൽ പൊന്നുപോലെ നോക്കുന്നുണ്ട്. പൂർണ്ണയായ സ്ത്രീ എന്ന് നമുക്ക് പറയുകയും ചെയ്യാം. പക്ഷെ അതുപോലെയല്ലേ ഇതൊരു ഉദാഹരണമല്ല. നയൻതാര ആവട്ടെ, ഇപ്പം നമുക്ക് നമ്മുടെ സണ്ണി ലിയോണിനെ എടുത്താലും ആദ്യത്തെ കൊച്ച് ദത്തെടുത്തതാണ്, രണ്ടാമത്തത് സറഗേറ്റാണ്. അപ്പം ഇങ്ങനെ കുറേ നമ്മൾ കാണുന്നുണ്ട്. ഈ സണ്ണി ലിയോണൊന്നും ദത്തെടുത്ത കുട്ടിയല്ല എന്ന്, ഇത് ഞാൻ ദത്തെടുത്ത കുട്ടിയെ ദത്തെടുത്തെന്ന് തന്നെയാണ് പറഞ്ഞത്. ആ കുട്ടിക്ക് അന്തസ്സുമാണ് ദത്തെടുത്ത് വളർത്തുന്നത്. ഇതിപ്പോൾ ഇവിടെ പറയുന്നത്, ഈ വ്യാജ ഗർഭം അഭിനയിക്കുന്നത് ആൾക്കാർക്ക് അറിയാം. ഒരു പുരുഷൻ ഒരിക്കലും ഗർഭിണിയാവൂലെന്ന്. അതിപ്പോൾ ട്രാൻസ് ആയാലും ആവത്തില്ല. കാരണം ഗർഭപാത്രം എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് മാത്രമുള്ള അവയവമാണ്. ഈ വിഡ്ഢിത്തരം വിളിച്ച് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? ഈ വയറ് ഇങ്ങനെ ചെക്കപ്പിന് പോയെന്നൊക്കെ പറഞ്ഞ് ആശുപത്രിയിൽ എഴുന്നേറ്റിരുന്ന് എന്ത് പ്രഹസനമാണ് സജ്ജി കാണിക്കുന്നത്. അപ്പം ഈ ഒരു കൊച്ചിനെ ദത്തെടുക്കുമ്പോൾ എനിക്കത് ദത്തെടുത്തതാണെന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ഗർഭിണിയാണെന്ന് അഭിനയിക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞ് നാളെ വളരുമ്പോൾ ഈ വീഡിയോ കാണത്തില്ലയോ സോഷ്യൽ മീഡിയയിൽ കിടക്കുന്നത്? ഇത് കാണത്തില്ലേ ദത്തെടുത്താണെന്ന്? അല്ലെങ്കിൽ തന്നെ ഇത്രയും ആൾക്കാർ കണ്ടതാണ്. നാളെ ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ കമന്റ് രൂപത്തിൽ ആൾക്കാർ പോയി എഴുതി വെക്കുക, നീ ദത്തെടുത്തതല്ലേ എന്ന്. ഈ എന്ത് വിഡ്ഢിത്തമാണ് പറയുന്നത്? അപ്പം അവരല്ലേ അത് വിളിച്ചു പറഞ്ഞത് ദത്തെടുക്കാൻ പോണെന്ന്. ഈ ഗർഭിണി ആവൂല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് മനുഷ്യന്മാർ ചോദ്യം ചെയ്യും. അപ്പം നമ്മൾ എന്തിനാണ് ഇങ്ങനെ കളിയാക്കുന്നത്? ഒരു അമ്മയാവാൻ കഴിവില്ലാത്ത സ്ത്രീകളും ഭൂമിയിലില്ല. എന്തുകൊണ്ട് അമ്മയാവാൻ കഴിവില്ലാത്ത, അതായത് എന്തെങ്കിലും കുറവുകൾ, ഭർത്താവിനോ ഭാര്യയ്ക്കോ കുറവുകൾ ഉണ്ടായിട്ട് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാതെ അഡോപ്റ്റ് ചെയ്യുന്ന സ്ത്രീകളുണ്ട്. പക്ഷെ അവരൊന്നും ഇങ്ങനെ ഈ മാതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ഗോഷ്ടി കാണിക്കുന്നില്ല. എന്ത് പ്രഹസനമാണ് ഇപ്പോൾ ഈ പറയുന്ന. അപ്പോൾ പൂർണ്ണമായിട്ടും ഓപ്പറേഷൻ ചെയ്ത സ്ത്രീയായി മാറിയ ആദ്ര മെഹറിൻ, രഞ്ജിമാർ, ഈ ജാൻമണി, ഇങ്ങനെയുള്ള ആളുകൾ പോലും എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരു പ്രഹസനം കാണിക്കുന്നു. എന്തിനാണ് ഇങ്ങനെ ഒരു കോമാളിയായിട്ട് ജീവിക്കുന്നത്? സത്യമായിട്ടും ലജ്ജ തോന്നുന്നു ഈ പ്രഹസനം കാണുമ്പോൾ. എത്ര അമ്മമാരുടെ വികാരത്തെയാണ് വ്രണപ്പെടുത്തുന്നത്. ഒരമ്മയാവുന്ന വെച്ചാൽ ഫീലിംഗ് എന്താണെന്ന് അറിയാമോ? അത് അനുഭവിച്ച് നിനക്ക് ജന്മത്തിൽ അത് അനുഭവിക്കാൻ പറ്റുമോ? പീരീഡ്സിൻ്റെ വേദന അറിയാമോ? പീരീഡ്സ് ആവുന്നത് അതിൻ്റെ ഒരു ഇത് ഇയാൾക്ക് അറിയാമോ? ഇതൊന്നും ഇയാൾക്ക് അറിയത്തില്ല. ഇയാൾ എന്തോ കോലോ കെട്ടിക്കോട്ടെ, ഗേ കപ്പിൾ ആണെന്ന് പറഞ്ഞു, പിന്നെ അതിലൊരാൾ പെണ്ണാകുന്നു, പെണ്ണായിട്ട് അതും നമ്മൾ കണ്ടിട്ട് ആ പോട്ടെ, എന്ത് കോമാളിത്തരമെങ്കിലും കോമാളിത്തരമാണ് കാണിക്കുന്നത് മനസ്സിലായിട്ടും കാണിച്ചുകൊണ്ട് പോട്ടെ എന്ന് വയ്ക്കുമ്പം ഈ സ്ത്രീകളെ പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഊള പരിപാടി കാണിക്കല്ലേ. അതും കാണിക്കുന്നതോ ആവശ്യത്തിന് തലേണ വയ്ക്കും. അതായത് ഉദ്ഘാടന വേദികളിലും റാമ്പ് വാക്കിനൊക്കെ പോകുമ്പോൾ വൈകിട്ട് തലേണയില്ല, അപ്പം ചിരട്ട വരും. അത് മീൻസ് ബ്രസ്റ്റിന് പകരം എല്ലാവരും കളിയാക്കുന്നതാണ്. ഇൻസ്റ്റ തുറന്നാൽ ചിരട്ട ഫിറ്റ് ചെയ്ത അങ്ങനെയുള്ള പേരുകൾ ഒക്കെയാണ് പറയുന്നത്. എനിക്കതൊന്നും ഇവിടെ പറയാൻ താല്പര്യമില്ല.
ഉദ്ഘാടനങ്ങൾക്കും പിന്നെ റാമ്പ് വാക്കിനും പോകുമ്പോഴത്തേക്കും തലേണ പോയിട്ട് ചിരട്ട വരും. അതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കും പുളിമാങ്ങ തിന്നുന്നു. ഈ പുളിമാങ്ങയൊക്കെ തിന്നുന്നെന്ന് പറയുന്നത് ഒരു തരത്തിൽ കളിയാക്കലാണ്. എല്ലാ സ്ത്രീകളും ഒന്നും പുളിമാങ്ങയും തിന്നുന്നു. ചിലർക്ക് പുളിയൊന്നും ആ സമയത്ത് കഴിക്കാനേ പറ്റില്ല. ഇതൊക്കെ പ്രഗ്നൻസി ക്രേവിങ്സ് പല സ്ത്രീകൾക്കും പല രീതിയിലാണ്. വിവിധ DNA ജനിക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. പല രീതിയിൽ എന്തിനാണ് ഇങ്ങനെ ഈ മനുഷ്യനായിട്ട് കളിയാക്കുന്നത്? നിങ്ങളൊരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്തോ, ദത്തെടുത്ത് അന്തസ്സായിട്ട് വളർത്തിക്കോ. അത് ദത്തെടുത്ത കൊച്ചാണ്. ഞാൻ സ്ത്രീ അല്ലാത്തത് കൊണ്ട് എനിക്ക് പ്രസവിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ദത്തെടുത്തെന്ന് പറഞ്ഞു. ശോഭന മാം ദത്തെടുത്തല്ലേ വളർത്തിയത്, അഭിരാമി മാം ദത്തെടുത്തല്ലേ വളർത്തി. എത്രയോ പേര് ദത്തെടുത്ത് വളർത്തുന്നുണ്ട്. അഡാപ്ഷൻ എന്ന് പറയുന്നത് അത്ര മോശപ്പെട്ട കാര്യമാണ്. ഒരു കൊച്ചിനും കൂടെ ഒരു ജീവിതമാണ് കിട്ടുന്നതല്ലേ. ഇവരെന്തിനാണ് ഈ കിടന്ന് പ്രഹസനം കാണിക്കുന്നത്? എന്ത് പ്രഹസനമാണ് സജി? ഇതിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ലേ മുമ്പ് ഫഹദിനെയൊക്കെ പോലെ, ഫഹദുക്കായെ പോലെയുള്ള ആൾക്കാരൊക്കെ കളിയാക്കുമ്പോൾ നമുക്കത് വിഷമം തോന്നിയിട്ടുണ്ട്. ഇത്രയും വിഷമം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ജാസി ഇത് ഭയങ്കര മോശമാണ്. ഇത് ഭയങ്കര മോശമാണ്. ഈ കാണിക്കുന്ന സ്ത്രീകൾ ഓരോ അമ്മമാരെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് ഇങ്ങനെ കാണിക്കുന്നത്. ദയവേത് നിങ്ങൾ അഡാപ്റ്റ് ചെയ്യുന്നെങ്കിൽ ഒരു കുഞ്ഞിനെ അഡാപ്റ്റ് ചെയ്ത് വളർത്തിക്കോളൂ. അതിനൊന്നും ഇവിടെ ആർക്കും യാതൊരു പ്രശ്നമില്ല. നിങ്ങളുടെ അടുത്തുള്ള റെസ്പെക്റ്റ് ഞങ്ങൾക്ക് കൂടത്തേ ഉള്ളൂ, ഒരു കൊച്ചിനും കൂടെ ഒരു ജീവിതം കിട്ടിക്കഴിഞ്ഞാൽ. അല്ലാതെ ഇങ്ങനെ വന്നിടുന്ന പ്രഹസനം കാണിക്കില്ല. ഇപ്പോൾ നിങ്ങൾ ഉടായ്പാണെന്ന് മറ്റുള്ളവർക്ക് നിങ്ങൾ തന്നെയാണ് കാണിച്ചു കൊടുത്തത്. കാരണം ആദില നൂറ് അവർ ലെസ്ബിയൻ കപ്പിൾസാണ്. പക്ഷേ അതിൽ ഒരാൾ ഇതുവരെ പുരുഷനായിട്ട് ഇതുപോലെ വേഷം കെട്ടലോ കാര്യങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല. അപ്പോൾ ഒരു പുരുഷനും ചേർന്നാൽ ഒരിക്കലും കൊച്ചുണ്ടാവില്ല. പക്ഷേ പുരുഷ ബീജങ്ങൾ തമ്മിൽ യോജിപ്പിച്ച് ഇപ്പോൾ കൊച്ചിന് ജന്മം കൊടുക്കാൻ പറ്റുമെന്നൊക്കെ കണ്ടുപിടുത്തമൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് പറയണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ട് ഒരു സറഗേറ്റ് ഒരു കുഞ്ഞിനെ നിങ്ങൾക്കൊരു ഇതാക്കാമല്ലോ. അങ്ങനെ എന്തെങ്കിലും ചെയ്യൂ. ഇങ്ങനെ ആളുകളുടെ മുന്നിൽ വന്നു നിന്നിട്ട് എന്താ പറയുക, 56 ലക്ഷത്തിൻ്റെ 36 ലക്ഷത്തിൻ്റെ വാച്ച് 3 ലക്ഷത്തിന് വാങ്ങിച്ചു എന്നും പറഞ്ഞ ആൾക്കാരെ ഈസി ആയിട്ട് പറ്റിച്ചതുപോലെ ഗർഭം കാണിച്ച് പറ്റിക്കാൻ പറ്റൂല ജാസി. അതൊന്ന് ഓർത്തിട്ട് ജാസി ഇത്താന്ന് വിളിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ജാസി ഇക്ക അതെന്തായാലും പറ്റത്തില്ല. അപ്പോൾ ഇനിയെങ്കിലും കോമാളിത്തരം അവസാനിപ്പിക്കില്ല എന്നറിയാം. എങ്കിലും റിക്വസ്റ്റ് ആണ്, ഒന്ന് നിർത്തുമോ? കണ്ടിരിക്കാൻ വയ്യ.